ഹായ് എവറി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ട്രൂ ലവ്, അതുപോലെ സാക്രിഫൈസ്, ട്രൂ മീനിങ് ഓഫ് ഗിവിങ് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും സമ്മറിയും നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് കടന്നാലോ. ഈ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഡെല്ലയും ജിമ്മും ആണ്. അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഡെല്ലയ്ക്ക് ഉള്ളത് $1.87 മാത്രമാണ്. അതായത് വളരെ കുറച്ച് പൈസ മാത്രമാണ് സേവിങ്സിലായിട്ട് ഉള്ളത് എന്നാണ് പറയുന്നത്. വളരെ സൂക്ഷിച്ച് ചെലവുകളൊക്കെ കുറച്ചാണ് അവൾ ഈ ഒരു പണം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അടുത്ത ദിവസം ക്രിസ്മസ് ആണ്. അപ്പോൾ ജിമ്മിന് ഒരു സമ്മാനം വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ആർക്കുണ്ട്? നമ്മളെ ഡെല്ലയ്ക്ക് ഉണ്ട്. ഡെല്ല താമസിക്കുന്നത് അവളുടെ ഭർത്താവായിട്ടുള്ള ജിം ഡെല്ലിംഗ്ഹാം യങ് എന്നാണ് പേര്. അവർ രണ്ടുപേരും താമസിക്കുന്നത് വളരെ ചെറിയൊരു വീടാണ്. അതുപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങനെയുള്ളൊരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. വരുമാനവും വളരെ കുറവാണ്. ദാരിദ്ര്യം ഉണ്ടെങ്കിലും ഡെല്ല ജിമ്മിനെ അതിയായി സ്നേഹിക്കുന്നു. ദാരിദ്ര്യം എത്ര ഉണ്ടെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് നല്ല ബോണ്ടാണെന്നാണ് പറയുന്നത്. ജിമ്മിനും ഡെല്ലയ്ക്കും രണ്ടുപേർക്കും ഓരോരോ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ, പ്രഷ്യസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. ഒരാൾക്ക് ജിമ്മിന് തൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ ഉപയോഗിച്ച് വന്നിട്ടുള്ള ഒരു ഗോൾഡൻ വാച്ചും, അതുപോലെ ഡെല്ലയ്ക്ക് അവളുടെ നീളമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുടിയും. അത് അവളുടെ വലിയൊരു അഭിമാനം തന്നെയായിരുന്നു. ആ ഒരു വലിയ പ്രൗഡായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് ഡെല്ലയ്ക്ക് ഡെല്ലയുടെ മുടിയും, അതുപോലെ തന്നെ ജിമ്മിന് അവരുടെ ആ ഒരു അച്ഛനും അപ്പൂപ്പന്മാരും ഒക്കെ ഉപയോഗിച്ച് വന്നിട്ടുള്ള ആ ഒരു ഗോൾഡൻ വാച്ചും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ്. ജിമ്മിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടത്ര പൈസ ഡെല്ലയുടെ കയ്യിലില്ല. അപ്പൊ എങ്ങനെ പൈസ കിട്ടും എന്നിങ്ങനെ ആലോചിച്ച് മിററിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് അവൾക്ക് അവളുടെ മുടി വിൽക്കാം എന്നുള്ള ആ ഒരു ഐഡിയ വരുന്നത്. അങ്ങനെ അവള് മുടി വിൽക്കാമെന്ന് തീരുമാനിക്കുകയാണ്. വലിയൊരു സാക്രിഫൈസ് ആണല്ലേ ചെയ്യുന്നത് ഡെല്ല. അവളുടെ അത്രയും പ്രൗഡായിട്ടുള്ള ബ്യൂട്ടിഫുൾ ലോങ് ഹെയർ വിൽക്കാന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതായത് ആ ഒരു അവളുടെ പ്രൗഡായിട്ടുള്ള ആ ഒരു കാര്യത്തേക്കാൾ ജിമ്മിനോടുള്ള ആ ഒരു സ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. Della goes to Mrs. Safroni's hair shop and sell her hair for $20. അവളുടെ മുടി വിറ്റിട്ടുള്ളത് എത്ര രൂപയ്ക്കാണ്? $20 അവളുടെ മുടി വിറ്റിട്ടുള്ളത്. അപ്പൊ അത്രയും വലിയ ലോങ് ഹെയർ ആണ് അവളുടെ എന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആ പൈസക്ക് ഡെല്ല എന്ത് ചെയ്യാണ്? ഒരു സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ് ഗോൾഡൻ ചെയിൻ വാങ്ങിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ജിമ്മിന്റെ വാച്ചിന് വേണ്ടിയിട്ട്. അവൾക്കത് വാങ്ങിയ സമയത്ത് വളരെയധികം സന്തോഷമുണ്ട്. സെയിം ടൈം അവൾ കുറച്ച് ഭയപ്പെടുന്നുണ്ട്. കാരണം അത്രയും വലിയ മുടി മുറിച്ചത് അയാൾക്ക് ഇഷ്ടാവോ, ഹസ്ബൻഡിന് ഇഷ്ടാവോ എന്നും അതുപോലെ തന്നെ ചീത്ത പറയുമോ എന്നൊക്കെ ഉള്ള പേടിയും ആർക്കുണ്ട്. ഒരു മിക്സഡ് ഇമോഷൻ ആണ് ഡെല്ലയ്ക്ക് ഇപ്പോൾ ഉള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം ജിമ്മിന് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒരു സാധനമാണ് വാച്ച് എന്നുള്ളത്. അപ്പൊ ആ വാച്ചിന് പറ്റിയിട്ടുള്ള ഗിഫ്റ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹാപ്പിയുമാണ്. പക്ഷെ അത്രയും പ്രൗഡായിട്ട് കൊണ്ടു നടക്കുന്ന ഈ മുടിയാണ് മുറിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു പേടിയും എല്ലാം കൂടെ ഉള്ള ഒരു മിക്സഡ് ഇമോഷനിലാണ് ഇപ്പോൾ ഡെല്ല ഉള്ളത്. ജിമ്മ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അന്ന് വീട്ടിലെത്തിയിട്ടുള്ളത്. ജിമ്മ് വീട്ടിലെത്തിയ സമയത്ത് ഡെല്ലന്റെ ഷോർട്ട് ഹെയർ കണ്ടിട്ട് അവൻ ആകെ ഷോക്ക് ആവുകയാണ്. അവനൊന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. ഡെല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ മുടി മുറിച്ചിട്ടുള്ളതെന്ന്. ഡെല്ല പറയാണ്, ഈ ഒരു മുടി ഞാൻ മുറിച്ചിട്ടുള്ളത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവള് പറയാണ്, നിങ്ങൾ ദേഷ്യപ്പെടരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ജിമ്മ് അവന്റെ ഗിഫ്റ്റ് റിവീൽ ചെയ്യാണ്. ഒരു ബ്യൂട്ടിഫുൾ കോംബോ ആയിരുന്നു അത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവളുടെ മുടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷെ ഇപ്പൊ ഡെല്ലന്റെ മുടിയൊക്കെ പോയിട്ടുണ്ട്. ഡെല്ലയുടെ മുടിയെല്ലാം മുറിച്ചിട്ടാണ് ജിമ്മിനുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ടുള്ളത്. ജിം ടെൽസ് ഡെല്ല ദാറ്റ് ഹി സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ടു ബൈ ദ കോംസ്. ഈ കോംബോ വാങ്ങാൻ അവന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അവൻ എന്താ ചെയ്തത്? അവന്റെ ആ ഒരു വാച്ച് വിറ്റിട്ടാണ് അവൻ ഈ ഒരു കോംബോ വാങ്ങിയിട്ടുള്ളത്. അതെന്ത് ചെയ്യാണ്? ഡെല്ലയുടെ അടുത്ത് പറയാണ്. രണ്ടുപേരും ഷോക്കാവാണ്. ബട്ട് അവര് റിയലൈസ് ചെയ്യാണ് എത്രത്തോളം സ്നേഹം രണ്ടുപേർക്കും തമ്മിലുണ്ട് എന്നുള്ളത്. അതായത് അത്രയും വേണ്ടപ്പെട്ട സാധനം അവര് സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവരുടെ പാർട്ട്ണർക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു സാക്രിഫൈസും ആ ഒരു സ്നേഹവും ആണ് അവിടെ കാണിക്കുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിൽ നരേറ്റർ നമ്മളോട് പറയാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്ന ആളുകൾ ആരോ അത് ഇവർ രണ്ടുപേരുമാണ്. ബെസ്റ്റ് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ആളുമാരാണ് ഇവർ തന്നെയാണ്. ഏറ്റവും വയസ്സായിട്ടുള്ള ഗിഫ്റ്റ് കിട്ടിയതും കൊടുത്തതും ഇവർ രണ്ടുപേരും ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും സമ്മറിയും നോട്ട് ബഡി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.